നമ്മളിന്നൊരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിതുകൊണ്ടൊരു കിടിലൻ 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കാം. നമുക്കൊരു പാനിനകത്തോട്ട് അല്പം വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അല്പം വിനാഗിരിയുടെ ചേർക്കാം. ഇതൊന്ന് തിളക്കട്ടെ. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വെള്ളത്തിലോട്ടൊന്ന് താത്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വഴുതനങ്ങ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് കോരിയെടുത്ത് അതിൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് ശകലം പ്രസ് ചെയ്ത് കളഞ്ഞ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ആക്കാം. നമ്മളെല്ലാം ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇളക്കി ചേർക്കാം. നമുക്ക് അല്പം ചില്ലി ഫ്ലേക്സ് ഇടാം. അല്പം പെപ്പർ പൗഡർ, അല്പം മുളക് പൊടി. ഒന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. നമുക്കൊരു 1/2 കപ്പ് റോൾഡ് ഓട്സ് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരല്പം മൈദയോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിത് ഇപ്പോൾ ഞാൻ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ട കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇത് നിറയ്ക്കാൻ പോകും. നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് അടിവശം ഒന്ന് കിഴിച്ചെടുക്കാം. നമ്മളൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്.
ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്കൊന്ന് വീശിയിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിടാം. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് എടുക്കാം.